ശ്രീ മഹാഭാരതത്തിലെ വനപർവത്തിൽ വ്യാസമഹർഷി പാണ്ഡവന്മാർക്ക് തത്വോപദേശം കൊടുക്കുകയാണ്. ദാനത്തിൻ്റെയും തപസ്സിൻ്റെയും മാഹാത്മ്യം പറഞ്ഞു കൊടുക്കുകയാണ്. ദാനവും തപസ്സും ചെയ്തവർക്ക് ഇഹലോകത്തിലും പരലോകത്തിലും സുഖമുണ്ടാകും എന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹം മുദ്ഗലൻ എന്ന പേരുള്ള മഹാനായ ഒരു മുനിയുടെ കഥ പറയുകയാണ്. അദ്ദേഹം സ്വീകരിച്ചതായ ഒരു കഠിനമായ വ്രതത്തിൻ്റെ ഭാഗമായിട്ട് 15 ദിവസം കൂടുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കും. അതുതന്നെ തൻ്റെ അതിഥികളായിട്ടുള്ള നൂറുകണക്കിന് ബ്രാഹ്മണർക്ക് അന്നദാനം ചെയ്തിട്ട് ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത ശേഷം ശേഷിക്കുന്നത് മാത്രമാണ് അദ്ദേഹം കഴിക്കുക. അങ്ങനെ ഇരിക്കെ ഈ ഓരോ പക്ഷം കഴിയുമ്പോഴും നടക്കുന്ന ഈ ദാനത്തിൻ്റെ സന്ദർഭത്തിൽ ദുർവാസാവ് മഹർഷി 6 തവണയും വന്ന് അവിടെ അദ്ദേഹം വെച്ചുണ്ടാക്കിയ എല്ലാ ഭക്ഷണവും കഴിച്ച് വയറ് നിറച്ചിട്ട് പോയി. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ സാധിച്ചില്ല. അപ്പോൾ 2 ആഴ്ച ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിക്കുമെന്ന വ്രതമെടുത്ത ആളിന് ഒരു ദിവസം പോലും ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ 6 പക്ഷങ്ങളിലും ഭക്ഷണം കഴിക്കാതെ അദ്ദേഹം ആ കഠിനമായ വ്രതത്തെ അനുഷ്ഠിച്ചു. ഭാര്യയും മക്കളും അനുഷ്ഠിച്ചു. ദുർവാസാവ് ആ പരീക്ഷണത്തിൽ വളരെയധികം സന്തുഷ്ടനായിട്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, അങ്ങക്ക് ശരീരത്തോടു കൂടി സ്വർഗത്തിൽ പോകാൻ സാധിക്കും. ഇതാ സ്വർഗത്തിൽ നിന്നും വിമാനം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു വിമാനത്തിൽ അതിമനോഹരമായ വിമാനം ഹംസസാരസയുക്തേന കിങ്കിണീജാലമാലിന കാമകേന വിചിത്രേണ ദിവ്യഗന്ധവത തഥാ. ആ ഹംസം സാരസ മുതലായ പക്ഷികളുടെ ചിത്രങ്ങളോട് കൂടിയിട്ടുള്ള മനോഹരമായി അലങ്കരിച്ചതായ രഥത്തിൽ ഒരു ദേവദൂതൻ വന്നിട്ട് പറയുകയാണ്, അല്ലയോ രാജാവേ, അല്ലയോ മഹർഷേ, അങ്ങ് സ്വന്തം കർമ്മം കൊണ്ട് സ്വർഗത്തെ ജയിച്ചിരിക്കുന്നു, അതായത് സ്വർഗം നേടിയിരിക്കുന്നു. അങ്ങ് സ്വർഗത്തിലേക്ക് വന്നോളൂ. സത്യം, ഇന്ദ്രിയ നിഗ്രഹം, സംവിഭാഗം, ദമം, ശമം, ദയ, ധർമ്മം ഒക്കെ അങ്ങയിൽ പൂർണ്ണമായിരിക്കുന്നു എന്നാണ്. ദേവദൂതൻ ഇങ്ങനെ ക്ഷണിച്ച സമയത്ത് മുദ്ഗലൻ, സാധാരണ എല്ലാവരും എന്താ ചെയ്യുക, സ്വർഗത്തിലേക്കുള്ള വിമാനം വന്ന ഉടനെ കയറി പോവുമല്ലേ. മുദ്ഗലൻ അങ്ങനെ കയറിയില്ല. അദ്ദേഹം ദേവദൂതനോട് ചോദിക്കുകയാണ്, അല്ലയോ ദേവദൂത, എന്താണ് അങ്ങ് പറയുന്ന ഈ സ്വർഗത്തിൻ്റെ മഹാത്മ്യം? സ്വർഗത്തിൻ്റെ ഗുണം എന്താണ്? അവിടെ വസിക്കുന്നവരുടെ ഗുണം എന്തൊക്കെയാണ്? അതുപോലെ അവിടെ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതും അങ്ങ് എനിക്ക് പറഞ്ഞു തരണം. സതാം സപ്തപദം മൈത്രമാഹുസന്ത കുലോചിത മിത്രതാം ച പുരസ്കൃത്യ പൃച്ഛാമി ത്വാമഹം വിഭോ. അദ്ദേഹം പറയുകയാണ്, ഒരു 2 മനുഷ്യർ നമ്മൾ തമ്മിൽ പരിചയമൊന്നുമില്ല. പക്ഷേ സാധാരണ നമ്മുടെ ശാസ്ത്രം, വേദം പറയുന്നത് എന്താണ്? സഖാ സപ്തപദീനം എന്നൊരു പ്രമാണമുണ്ട് വേദത്തിൽ. ഒരുമിച്ച് 7 അടി നടന്നു കഴിഞ്ഞാൽ നമ്മൾ മിത്രങ്ങളായി മാറി എന്നാണ്. അതുകൊണ്ടാണ് വൈദികമായ വിവാഹത്തിൽ വരനും വധുവും വലതുകൈ പരസ്പരം ചേർത്ത് പിടിച്ച് ഒരുമിച്ച് 7 അടി മുന്നോട്ട് നടക്കണം എന്നാണ്. ആ സമയത്തുള്ള മന്ത്രത്തിൽ പറയുന്നതാണ്, 7 അടികൾ ഒരുമിച്ച് നടന്നാൽ അവർ സഖാക്കളായി, മിത്രങ്ങളായി എന്നാണ് മിത്രോസി എന്ന് കൈപിടിച്ചുകൊണ്ട് ഈ വിവാഹത്തിലൊക്കെ പറയുന്നത്. അപ്പം ഇങ്ങനൊരു പ്രമാണമുള്ളത് കൊണ്ട് അങ്ങയും ഞാനും തമ്മിൽ മിത്രങ്ങളായിരിക്കുന്നു. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യം വെച്ചാണ് ഞാനിത് ചോദിക്കുന്നത് എന്നും ഇദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇവിടെ ദേവദൂതൻ വിമാനത്തിലിരിക്കുകയാണ്, മുദ്ഗലൻ ഇവിടെ തൻ്റെ ഗൃഹത്തിൽ നിലത്ത് നിൽക്കുകയാണ്. അപ്പം എപ്പോഴാണ് ഇവർ ഒരുമിച്ച് 7 പദങ്ങൾ മുന്നോട്ട് വെച്ചതെന്നാണെങ്കിൽ സതാം സപ്തപദം മൈത്രം എന്ന് പറഞ്ഞതിന് അദ്ദേഹം വേറൊരു അർത്ഥം കണ്ടു. സപ്തപദം എന്നുള്ളതിന്, പദം എന്ന് വെച്ചാൽ വാക്ക് എന്നും അർത്ഥമുണ്ട്. 7 വാക്കുകൾ പരസ്പരം സംഭാഷണം ചെയ്താലും അവിടെ മൈത്രീഭാവം വന്നു ചേരും. എത്ര ശ്രേഷ്ഠമാണ് നമ്മുടെ വേദത്തിലെ ഓരോ മന്ത്രത്തിൻ്റെയും പദങ്ങളുടെ അർത്ഥം പോലും വിചിത്രമായ അർത്ഥങ്ങളാണ്, വിവിധങ്ങളായ അർത്ഥങ്ങളുണ്ട്. 7 വാക്കുകൾ ഒരുമിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്കിടയിൽ മൈത്രി ബന്ധം വരും എന്ന് കരുതി, വേദത്തിൽ പറഞ്ഞു എന്ന് കരുതി നമ്മൾ അത്തരം മിത്രങ്ങളെ അങ്ങ് കണ്ണടച്ച് വിശ്വസിച്ചിട്ട് എല്ലാം എടുത്തു കൊടുക്കാൻ പാടില്ല കേട്ടോ. അതൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ഇതൊരു നമ്മുടെ ഒരു ധർമ്മനീതിയാണ്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം, സ്നേഹിക്കണം, സൗഹാർദ്ദം വളർത്തണം, നല്ല ബന്ധങ്ങൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് വേദത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് മുദ്ഗലൻ ചോദിക്കുന്നത്, സ്വർഗത്തിൻ്റെ ഗുണമെന്താണ്? അവിടെ എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? അവിടെ കഴിയുന്നവരുടെ മഹത്വം എന്താണ്? അതുപോലെ ആ സ്വർഗത്തിന് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ ആ ദോഷവും പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ആ ദേവദൂതൻ പറഞ്ഞു, അല്ലയോ മഹർഷേ, അങ്ങ് ആര്യബുദ്ധി ആണ്, ശ്രേഷ്ഠമായ ബുദ്ധിയുള്ളവനാണ്. ഉത്തമമായ സ്വർഗസുഖം അനായാസമായിട്ട് ലഭിച്ചിട്ട് നേടിയിട്ട് അതിനെ വിമർശനം ചെയ്യുകയാണ്. അത് നല്ലതോ കെട്ടതോ എന്നുള്ള ചോദ്യം എന്നൊക്കെ ചോദിച്ച് ആലോചിച്ച്
വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുമ്പോഴേക്കും ഒരുപക്ഷെ അവസരം നഷ്ടപ്പെട്ടു പോയി എന്ന് വരും. ഒരു ബുദ്ധിശൂന്യനെ പോലെ അങ്ങ് പെരുമാറരുത്. അങ്ങ് ആര്യബുദ്ധിയായി അങ്ങ് ബുദ്ധിശൂന്യനായിട്ട് പെരുമാറരുത് എന്നെനിക്ക് അഭിപ്രായമുണ്ട്. ഏതായാലും ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നിന്ന് ദൂരെ വളരെ ഉയരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയാണ് സ്വർലോകം എന്ന ലോകം. അത് സത്പഥമാണ്, സജ്ജനങ്ങൾക്ക് മാത്രം പോകാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ്. ദേവയാനത്തിലാണ് യാത്ര. ദേവയാനം, പിതൃയാനം, ഇങ്ങനെ 2 മാർഗത്തിലൂടെയാണ് മരിച്ചവർ പോവുക എന്നാണ്. ദേവയാനത്തിലൂടെ യാത്ര ചെയ്തിട്ടാണ് സ്വർഗത്തിൽ എത്തിച്ചേരുക. അതിൻ്റെ മാഹാത്മ്യം എന്താണെന്ന് വെച്ചാൽ, തപസ് ചെയ്യാത്തവർ, മഹായജ്ഞം ചെയ്യാത്തവർ, അനൃതം കള്ളത്തരമുള്ളവർ, നാസ്തികന്മാർ, ഈശ്വരവിശ്വാസം ഇല്ലാത്ത, വേദത്തിൽ വിശ്വസിക്കാത്തവർ, ഇവരൊന്നും അവിടെ ചെന്ന് ചേരാറില്ല. പിന്നെ ധർമാത്മാക്കൾ, ഇന്ദ്രിയ നിഗ്രഹം ചെയ്തവർ, ശമം ദമം എന്നിവ ശീലിച്ചവർ, മത്സരബുദ്ധി ഉപേക്ഷിച്ചവർ, ദാനധർമ്മങ്ങൾ ചെയ്തവർ, യുദ്ധത്തിൽ പോരാടി ജയിച്ച ക്ഷത്രിയന്മാർ, ഇവരൊക്കെ സ്വർഗത്തിലേക്കാണ് പോവുക. ആ സ്വർഗത്തിൽ ആരൊക്കെയാണ് ഉള്ളത്? ദേവന്മാർ, വിശ്വേദേവകൾ, ഗന്ധർവന്മാർ, അപ്സരസ്സുകൾ, സാധ്യന്മാർ, സിദ്ധന്മാർ, മഹർഷിമാർ, ഇവരൊക്കെ കഴിയുന്നത് അവിടെയാണ്. ആ സ്വർഗത്തിൽ പല പല ലോകങ്ങൾ അതിനകത്തുണ്ട്. ഇവർക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഭിന്ന ഭിന്നമായ ലോകങ്ങൾ, പ്രകാശിക്കുന്നവയായ തേജോ ലോകങ്ങൾ ധാരാളമായിട്ട് അവിടെ കാണാൻ സാധിക്കും. അത് 33,000 യോജനയാണ് ഇതിൻ്റെ വിസ്താരം. അത് മുഴുവനും സ്വർണ്ണമയമാണ്. സ്വർഗത്തിൻ്റെ രൂപം അങ്ങനെയാണ്. അവിടെ ആ മേരുപർവ്വത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ആ സ്വർഗത്തിൽ ദേവോദ്യാനങ്ങളായിട്ടുള്ള പ്രസിദ്ധങ്ങളായ നന്ദനം മുതലായിട്ടുള്ള മനോഹരമായ ഉദ്യാനങ്ങളുണ്ട്. അവിടെ ചെന്ന് താമസം തുടങ്ങിക്കഴിഞ്ഞാൽ ദാഹവും വിശപ്പും ഗ്ലാനി, അതായത് ക്ഷീണം, ശീതവും ഉഷ്ണവും ഒന്നും അറിയുകയില്ല. ആ സ്വർഗത്തിൽ ബീഭത്സമായ ഒരു തരത്തിലുള്ള നമുക്ക് വെറുപ്പ് തോന്നുന്ന ഒന്നും അവിടെ കാണുകയില്ല. അശുഭമായ ഒന്നും അവിടെ നടക്കുകയില്ല. നല്ല കാഴ്ച, നല്ല ശബ്ദം, നല്ല ഗന്ധം, നല്ല സ്പർശം, നല്ല രുചി, ഇന്ദ്രിയങ്ങൾക്കൊക്കെ തന്നെ എല്ലാം നല്ല അനുഭവങ്ങൾ മാത്രമുള്ള സ്ഥലമാണ് സ്വർഗം. ആർക്കും അവിടെ ശോകമില്ല, ജരാനരകൾ ബാധിക്കുകയില്ല, രോഗം വരികയില്ല, കഷ്ടതകളില്ല. അപ്പോൾ ഈ ശരീരം കൊണ്ട് പോവുക എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? തൈയസാനി ശരീരാണി ഭവന്തി അത്രോപപദ്യത കർമ്മജന്യേവ മൗദ്ഗല്യ ന മാതൃപിതൃജന്യുത. ശരീരം കൊണ്ട് പോകുക എന്ന് വെച്ചാൽ അവിടെ എത്തുമ്പോൾ ഈ ശരീരം ഉപേക്ഷിക്കേണ്ടി വരും. എന്നിട്ടോ പുതിയ ശരീരം തരും. അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടിയതാ ഈ ശരീരം കൊണ്ടല്ല അവിടെ പ്രവേശനം. അവിടെ കർമ്മം കൊണ്ട് നേടിയെടുക്കുന്ന ഒരു ശരീരമുണ്ട്. ആ ശരീരം തൈജസ ശരീരമാണ്. തേജപൂർണമായ ശരീരം നേടിയിട്ടാണ് പോവുക. അതാണ് അവിടുത്തെ പ്രത്യേകത. അപ്പോൾ അവരുടെയൊക്കെ ശരീരം തേജസ് കൊണ്ടുണ്ടാക്കിയ ശരീരമാണ് എന്നർത്ഥം. അവിടെ ധരിക്കുന്ന മാലകൾ വാടുകയില്ല, ശരീരത്തിൽ പൊടി പറ്റുകയില്ല. നേരത്തെ നളചരിതം പറയുന്ന സമയത്ത് ദമയന്തി ഈ ലക്ഷണം വെച്ചാണ് ദേവന്മാരെ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. കണ്ണിമ വെട്ടുകയില്ല, കാല് നിലത്ത് സ്പർശിക്കുകയില്ല, ഭൂസ്പർശം ഉണ്ടാവുകയില്ല. ഇതൊക്കെ ദേവന്മാരുടെ ലക്ഷണമാണ്. അതുപോലെ ഈ സ്വർഗത്തിന് മുകളിൽ ഋഭുക്കൾ ജീവിക്കുന്ന മറ്റൊരു ലോകമുണ്ട്. ആ ലോകം സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠമാണ്, ഇതിനേക്കാൾ ശ്രേഷ്ഠമായതാണ്. അവിടെ കൂടുതൽ ദീർഘകാലത്തെ സുഖവും ഒക്കെ തന്നെ ലഭിക്കുന്ന സ്ഥലമാണ് ഋഭുക്കളുടെ ലോകം. ഈ ദേവലോകത്ത്, ഈ സ്വർഗലോകത്ത് 33 ദേവന്മാരുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. 8 വസുക്കൾ, 11 രുദ്രന്മാർ, 12 ആദിത്യന്മാർ, അഷ്ടവസുക്കൾ, പിന്നെ പ്രജാപതിയും ഇന്ദ്രനും, അങ്ങനെ എല്ലാവരും ചേർന്ന് 33 പേരാണ് ദേവന്മാർ. ആ 33 പേർക്കാണ് ഈ സ്വർഗത്തിൻ്റെ ഉടമസ്ഥാവകാശം. അതും അങ്ങ് മനസ്സിലാക്കുക. ഇനി അങ്ങ് ചോദിച്ചു, ദോഷം പറയണമെന്ന് പറഞ്ഞില്ലേ? സ്വർഗത്തിൻ്റെ ദോഷം ഇപ്പം എന്താ പറയുക? ദോഷം എന്ന് വെച്ചാൽ ഒരു ദോഷമുണ്ട്. എന്താ വെച്ചാൽ പുണ്യം തീർന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് താഴോട്ട് വീഴും, പതനം ഉണ്ടാകും എന്നുള്ളതാണ്. സുഖവ്യാപ്ത മനസ്കാനം പതനം തച്ച മുദ്ഗല. അല്ലയോ മുദ്ഗല, ഈ സുഖം അനുഭവിച്ച് ശീലിച്ച ആളുകൾക്ക് പെട്ടെന്ന് ആ പുണ്യം തീരുമ്പോൾ പിന്നെ ഒരു നിമിഷം പോലും മുൻകൂട്ടി ഒരു നോട്ടീസ് തരാതെ അവിടുന്ന് പറഞ്ഞുകയാണ് ചെയ്യുക. ആ സമയത്ത് വലിയ ദുഃഖം ഉണ്ടാകും. ഇത്രയും വലിയ ഐശ്വര്യം, സുഖം നഷ്ടപ്പെട്ട് വീഴുന്നത് പരമദുഃഖമാണ്. അത് സുഖം അനുഭവിച്ചതിന് ശേഷമാണ്, ഇപ്പോഴല്ല. ആ സമയത്ത്, ആ സുഖം നഷ്ടപ്പെടുന്ന സമയത്ത് നമ്മളെ കഴുത്തിലിട്ട മാലകളൊക്കെ വാടാൻ തുടങ്ങും, നമ്മുടെ ബുദ്ധി മങ്ങാൻ തുടങ്ങും, നമ്മുടെ ശരീരത്തിൻ്റെ ശക്തി ക്ഷയിച്ചു പോകാൻ തുടങ്ങും. അപ്പോൾ ചെറിയൊരു ദുഃഖം ഉണ്ടാകും. അതൊരു വലിയ ദുഃഖമാണ്, ശരിയാ. അതാണ് സ്വർഗത്തിലുള്ള ഒരേ ഒരു ദോഷം എന്ന് പറയുന്നത്. പുണ്യക്ഷയം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. മർത്യലോകത്തിലേക്കാണ് വീഴുക. മനുഷ്യനായിട്ടാണ് ജനിക്കുക, മറ്റ് ഈ മൃഗങ്ങളായിട്ടൊന്നും ജനിക്കില്ല. അത് സ്വർഗത്തിനൊരു ഗുണം തന്നെയാണ്. ഇതൊക്കെയാണ് സ്വർഗത്തിൻ്റെ പ്രത്യേകത എന്ന് അദ്ദേഹം പറഞ്ഞു. അത് കേട്ട് മുദ്ഗലൻ പറയുകയാണ്, മഹാന്തസ്ത്വമീ ദോഷ എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ദോഷം, മറ്റെല്ലാ ഗുണങ്ങളും ഉണ്ടെങ്കിൽ മഹാത്മാവേ,
ഈ ദോഷം വലിയ ദോഷമാണല്ലോ, ചില്ലറ ദോഷമല്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, അങ്ങ് ഇങ്ങനെ ദോഷമില്ലാത്ത വല്ല ലോകവും ഉണ്ടോ? ദേവദൂതൻ പറഞ്ഞു, ബ്രഹ്മലോകം തൊട്ട് ഈ ഭൂമി വരെയുള്ള സകല ലോകങ്ങളിലും ഇതുണ്ട്, ഇതൊക്കെ ക്ഷയിച്ചു പോകുന്നതാണ്, ദീർഘകാലം നിലനിൽക്കുകയില്ല. പ്രളയത്തിൽ ബ്രഹ്മലോകം പോലും ആ പ്രളയത്തിൽ മുങ്ങി നശിച്ചു പോകും. അപ്പോൾ ആ ബ്രഹ്മഭുവനാൻ ലോക പുനരാവർത്തനോർജുന, ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, ബ്രഹ്മലോകം തൊട്ടുള്ള എല്ലാ ലോകങ്ങളും പുനരാവർത്തന, പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ തിരിച്ചു വരേണ്ടി വരും, എന്നിട്ട് വീണ്ടും മനുഷ്യരായിട്ട് ജനിക്കേണ്ടി വരും, അത് കഴിഞ്ഞ് നരകത്തിൽ പോകേണ്ടി വരും, യാതനകൾ അനുഭവിക്കേണ്ടി വരും. ഇങ്ങനെ ഈ ലോകത്തിലുള്ള ഗതാഗതം, കാമകാമാലഭന്ത ഗതാഗതം ഉണ്ടായിരിക്കും, പോവുക വരിക, ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും. സ്ഥിരമായ സുഖവും സ്ഥിരമായ ദുഃഖവും അവിടെയൊന്നും ഉണ്ടാവുകയില്ല എന്നാണ്. അപ്പോ ഇങ്ങനെ അല്ലാത്ത സ്ഥിരമായ സുഖം നൽകുന്ന വല്ല ലോകവും ഇനി വേറെ ഉണ്ടോ എന്ന് മുദ്ഗലൻ ചോദിച്ച സമയത്ത് ദേവദൂതൻ പറഞ്ഞു, അങ്ങനെ ഒരു ലോകം ഉണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ബ്രഹ്മണസദനാദൂർധ്വം തത് വിഷ്ണോഹോ പരമം പദം ശുദ്ധം സനാതനം ജ്യോതി പരം ബ്രഹ്മേതി യത് വിദുഃ. ആ ബ്രഹ്മലോകത്തിന്റെ മുകളിൽ കുറെ മുകളിലോട്ട് കയറി പോകണം, അടുത്തൊന്നുമില്ല. അത് ബ്രഹ്മലോകത്തിന്റെ മുകളിൽ നിന്ന് പറയുമെങ്കിലും വളരെ ഊർധ്വമായിട്ട്, വളരെ ഉയരങ്ങളിലായിട്ട് ഒരു ലോകമുണ്ട്. ഏതാത്? വിഷ്ണോഹോ പരമം പദം, സാക്ഷാൽ വിഷ്ണുവിൻ്റെ പരമമായ പദം വൈകുണ്ഠലോകമുണ്ട്. ശുദ്ധമാണ്, സനാതനമാണ്, അതിന് നാശമില്ല. അത് ജ്യോതിർലോകമാണ്, അതിശ്രേഷ്ഠമായ പ്രകാശം പൊഴിക്കുന്നതായ ഒരു ലോകമാണ്. അതിന് പേരെന്താണ്? പരംബ്രഹ്മ എന്നാണ്. ബ്രഹ്മലോകത്തിനും മുകളിലായതുകൊണ്ടും ഒരിക്കൽ നശിക്കാത്തത് കൊണ്ടും അതിൻ്റെ പേര് പരംബ്രഹ്മപദം എന്നാണ് ആ ലോകത്തിൻ്റെ, വിഷ്ണു ലോകത്തിൻ്റെ പേര്. അവിടെ ചെന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരേണ്ടി വരില്ല, പുനരാവൃത്തി അവിടെ ഇല്ല. തദ് വിഷ്ണോഹോ പരമം പദം എന്ന് വേദങ്ങളിലും ഉപനിഷത്തുകളും ഒക്കെ പറഞ്ഞതായ ആ വിഷ്ണു ലോകം ഒരിക്കലും നശിക്കാത്തതായ ശാശ്വതമായ സുഖത്തിൻ്റെ ആ ലോകമാണ് വൈകുണ്ഠം എന്ന് പറയുന്ന ലോകം. പക്ഷെ അവിടെ ചെല്ലുക എളുപ്പമൊന്നുമല്ല. കാരണം എന്താണ്? അവിടെ വിഷയാത്മാക്കൾക്ക് അവിടെ പോകാൻ സാധിക്കുകയില്ല. ദംഭം, മോഹം, മഹാക്രോധം എന്നിവ ഉള്ളവർക്കും അവിടെ പ്രവേശനമില്ല. മമത്വം ഇല്ലാത്തവർക്ക്, നിർമ്മമന്മാര്, നിരഹങ്കാരികൾ, ദ്വന്ദ്വമില്ലാത്തവർ, ഇന്ദ്രിയ നിഗ്രഹം ചെയ്തവർ, ധ്യാനയോഗപരാശ്ചൈവ തത്ര ഗച്ഛന്തി മാനവാഹ, നിരന്തരം ധ്യാനയോഗം ചെയ്ത ആളുകൾക്ക് മാത്രമേ അവിടെ പോകാൻ സാധിക്കുകയുള്ളൂ. സാധു ഗച്ഛാമ, അവിടെ പോകാനൊന്നും അത്ര എളുപ്പമൊന്നും അല്ല മുദ്ഗല മഹർഷയെ. അതുകൊണ്ട് നമുക്ക് സ്വർഗത്തിലേക്ക് തന്നെ പോകാം. സാധു ഗച്ഛാമ ആചരം, എന്താ പോവല്ലേ എന്ന് വീണ്ടും ഈ ദേവദൂതൻ ചോദിച്ച സമയത്ത് മുദ്ഗലൻ നിൽക്ക് മഹാത്മാ, ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു നമ്പൂരി ശങ്ക അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒന്ന് ആലോചിച്ചിട്ട് പറയുകയാണ്, ഹലോ ദേവദൂത, നമസ്കാരം, അങ്ങ് പോയിക്കോളൂ, ഞാൻ വരുന്നില്ല. ദേവദൂത നമസ്തേസ്തു ഗച്ഛതാത യഥാ സുഖം മഹാദോഷേണ മേ കാര്യം ന സ്വർഗേണ സുഖേന വാ. നമസ്തേ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അങ്ങ് ഒറ്റക്ക് പോയിക്കോളൂ, ആ സ്വർഗത്തിൽ അങ്ങ് തന്നെ കഴിഞ്ഞോളൂ, എനിക്ക് ആ സ്വർഗത്തിന് സുഖം ആവശ്യമില്ല. കാരണം ഈ പറഞ്ഞ ഒരു സുഖം അനുഭവിച്ചിട്ട് ശീലിച്ചിട്ട് ആ സുഖം വിട്ടിട്ട് മഹാദുഃഖത്തെ സ്വീകരിക്കണമെങ്കിൽ പിന്നെ ആ സുഖത്തിന് എന്താണൊരു മഹത്വമുള്ളത്? അങ്ങനെയുള്ള സ്വർഗസുഖം എനിക്ക് ആവശ്യമില്ല. എത്ര ഗത്വാ ന ശോചന്തി ന വ്യഥന്തി ചലന്തി വാം തദഹം സ്ഥാനമത്യന്തം മാർഗയിഷ്യാമി കേവലം. എവിടെ ചെന്നാലാണോ ഒരിക്കലും ശോകം തിരിച്ചു വരാതിരിക്കുന്നത്, ഒരിക്കലും വ്യഥ നമ്മളെ ബാധിക്കാതിരിക്കുന്നത്, ഒരിക്കലും പരിവർത്തനമില്ലാത്തത്, മാറ്റമില്ലാത്തതായ അത്യന്തമായ ആ പദം എന്താണോ, മാർഗേഷ്യാമി കേവലം, അത് അങ്ങ് പറഞ്ഞു തന്നാലില്ലെങ്കിലും ഞാൻ അതിനെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് തന്നെ കാര്യം, അതിനെ നേടിയിട്ട് തന്നെ കാര്യം. അതാണ് നമ്മുടെ ഋഷിമാരുടെ ധൈര്യം എന്ന് പറയുന്നത്. അത് ഭാരതത്തിൽ മാത്രമേ കാണുകയുള്ളൂ. ഗംഗയാറൊഴുകുന്ന നാട്ടിലെ ശരിക്കിത്ര മംഗലം വായിക്കും കൽപ്പപാതപമുണ്ടായി വരൂ. ഗീതക്ക് മാതാവായ ഭൂമിയെ പ്രസവിക്കൂ. വള്ളത്തോട് പറഞ്ഞതുപോലെ ശമമേ ശീലിച്ചേഴും ഇത്തരം സിംഹത്തിന്, ശമം ശീലിച്ചതായ, അഹിംസയെ വ്രതമായി സ്വീകരിച്ചതായ ഇത്തരം സിംഹപരാക്രമികളായ ആളുകളെ ഭാരതമാതാവ് മാത്രമേ പ്രസവിച്ചിട്ടുള്ളൂ. സ്വർഗം എനിക്ക് ആവശ്യമില്ല. നിത്യമായ സുഖം നൽകുന്ന ഒരു സ്ഥാനം നമുക്കുണ്ടെങ്കിൽ പിന്നെ തുച്ഛമായ ഈ സ്വർഗത്തെ നമ്മൾ എന്തിനു ആഗ്രഹിക്കണം? എന്തിന്? അനേകം ഹൂറികളൊക്കെ ഉണ്ട്,
അപ്സരസുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്തിനാ സ്വർഗത്തിലേക്ക് പോകണം? നിത്യമായ സുഖത്തെയാണ് നമ്മൾ നേടേണ്ടത് എന്നുള്ള ആ ധീരത അദ്ദേഹം കാണിച്ചു. ദേവദൂതനെ അദ്ദേഹം പറഞ്ഞയച്ചു. തിരിച്ചുപോയി, സ്വർഗത്തിലേക്ക് അദ്ദേഹം പോയില്ല. വീണ്ടും പ്രയത്നം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. തുല്യനിന്ദാ സ്തുതിർഭൂത്വ സമലോഷ്ടാശ്മക അഞ്ജന ജ്ഞാനയോഗേന ശുദ്ധേന ധ്യാനനിത്യോ ബഭൂവ. അങ്ങനെ നിന്ദയിലും സ്തുതിയിലും തുല്യമായ ഉദാസീന ഭാവം സ്വീകരിച്ചുകൊണ്ട് സ്വർണവും മണ്ണാങ്കട്ടയും ഒരുപോലെ കാണുന്ന സമദർശനത്തെ പ്രാപിച്ചുകൊണ്ട് ജ്ഞാനയോഗം അനുഷ്ഠിച്ചുകൊണ്ട് നിത്യമായ ഈശ്വരധ്യാനം ചെയ്ത് ബ്രഹ്മധ്യാനം ചെയ്തിട്ട് ഒടുവിൽ അദ്ദേഹം ആ വൈകുണ്ഠത്തെ പ്രാപിച്ചു. ജഗാമ ശാശ്വതീയും സിദ്ധിം പരാം നിർവാണലക്ഷണം മോക്ഷലക്ഷണയായ വൈകുണ്ഠസിദ്ധി അദ്ദേഹത്തിന് ഉണ്ടായി, പ്രയത്നം കൊണ്ട് നേടിയെടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് വ്യാസൻ ഈ മുദ്ഗലന്റെ കഥ യുധിഷ്ഠിര മഹാരാജാവിന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒടുവിൽ അതിൻ്റെ ഉപസംഹാരമായിട്ട് പറയുകയാണ്, അല്ലേ യുധിഷ്ഠിര മഹാരാജാവേ, അങ്ങ് അതുകൊണ്ട് എല്ലാ കാലത്തും ഇങ്ങനെ കാട്ടിൽ കഴിഞ്ഞ് ദുഃഖിക്കേണ്ടി വരികയില്ല. ദാനം ചെയ്തതിനും തപസ് ചെയ്തതിനും നിത്യമായ ഒരു സുഖലാഭം ഉണ്ടാവുക തന്നെ ചെയ്യും. സുഖസ്യാനന്തരം ദുഃഖം, ദുഃഖസ്യാനന്തരം സുഖം. മഹാഭാരതം നമ്മുടെ മുന്നിൽ കാഴ്ചവെക്കുന്ന അതിശ്രേഷ്ഠമായ ഒരു വാക്യമാണ്. ആവർത്തിച്ച് മഹാഭാരതത്തിൽ വരുന്ന ഒരു വാക്യമാണ് ഇവിടെ ഞാൻ ഉദ്ധരിക്കുന്നത്. സുഖസ്യാനന്തരം ദുഃഖം, ദുഃഖസ്യാനന്തരം സുഖം, പര്യായേണോപസർപ്പന്തേ നരം നേമിമരാ ഇവ. എഴുതി വെച്ചോളൂ, എല്ലാവരും പഠിച്ചോളൂ. നമ്മളെന്നും ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്. ഓരോ സുഖത്തിൻ്റെ ഒടുവിൽ ഒരു ദുഃഖമുണ്ടാകും, ദുഃഖത്തിൻ്റെ അവസാനം സുഖവും വന്നു ചേരും. സുഖവും ദുഃഖവും പര്യായേണോപസർപ്പന്തേ, മാറി മാറി നമ്മുടെ ജീവിതത്തിൽ വരും. ഒരു രാവുണ്ടെങ്കിൽ ഒരു പകലുണ്ട്, ഒരു പകലിന് ശേഷം രാത്രിയുണ്ട്. ഒരു കറുത്തപക്ഷത്തിന് ശേഷം ഒരു വെളുത്തപക്ഷം വരും, വെളുത്തപക്ഷത്തിന് ശേഷം ഒരു കറുത്തപക്ഷം വരും. ഇത് മാറി മാറി വരുന്നത് പ്രപഞ്ചത്തിൻ്റെ സ്വഭാവമാണ്. നരം നേമി മരാ ഇവ, നേമിം അരാ ഇവ. അതായത് മനുഷ്യന് ഈ സുഖദുഃഖങ്ങൾ മാറി മാറി വരുന്നത് ഏതുപോലെയാണ്? നേമിം അരാഹ ഇവ. ഒരു ചക്രത്തിൻ്റെ ആരക്കാലുകൾ, ആ ചക്രം തിരിയുമ്പോൾ ഒരു ആരക്കാൽ, താഴെയുണ്ടായിരുന്ന ആരക്കാൽ പൊങ്ങി തിരിഞ്ഞ് മുകളിൽ വരും. അപ്പോൾ അത് സുഖം. പിന്നീട് തിരിഞ്ഞ സമയത്ത് അത് കറങ്ങി വീണ്ടും താഴോട്ട് വരും. വീണ്ടും അതേ ആരക്കാൽ എന്ത് ചെയ്യും? വീണ്ടും പൊങ്ങി വരും, വീണ്ടും താഴ്ന്നു വരും. ഈ രഥത്തിൻ്റെ ചക്രം കറങ്ങുന്നത് പോലെ കറങ്ങുമ്പോൾ അതിൻ്റെ ആരങ്ങൾ പൊങ്ങിയും താഴ്ന്നും വരുന്നത് പോലെ സുഖവും ദുഃഖവും ജീവിതത്തിൽ മാറി മാറി വരും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സുഖത്തെയും ദുഃഖത്തെയും നമുക്ക് ഒരേപോലെ കണ്ട് അതിൽ യാതൊരു തരത്തിലും നമ്മുടെ മനസ്സ് വ്യഥിതമാകാതെ സ്ഥിരബുദ്ധിയോടുകൂടി നമുക്ക് ജീവിതത്തെ ജീവിച്ചു തീർക്കാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അങ്ങേക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന ദുഃഖം സ്ഥിരമായിട്ടല്ല, താൽക്കാലികമാണ്. അതുകൊണ്ട് ദാനധർമ്മം ചെയ്തോളൂ, തപസ് ചെയ്തോളൂ, പുണ്യകർമ്മങ്ങൾ ചെയ്തോളൂ, ധർമാനുഷ്ഠാനം ചെയ്തോളൂ. അങ്ങക്ക് ശാശ്വതമായ സുഖം, വൈകുണ്ഠലോകത്തിലെത്തുമ്പോൾ ശാശ്വതമായ സുഖം ഉണ്ടാവുകയും ചെയ്യും എന്ന് വ്യാസൻ ഉപദേശിക്കുകയാണ്.